السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا وحبيبنا ومعشوقنا ومحبوبنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളാൽ രചിക്കപ്പെട്ട അല്ലഫൽ അലിഫ് എന്നുള്ള ഖസീദയുടെ അർത്ഥവും വ്യാഖ്യാനവും വിവരിക്കുന്ന ക്ലാസിന്റെ 22ാമത്തെ ഭാഗത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബ് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കേൾക്കുന്നതും ആസ്വദിക്കുന്നതുമൊക്കെ അവൻ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്തായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ രോഗത്തിനും അല്ലാഹു പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലഫുൽ അലിഫ് എന്നുള്ള ഈ ബൈത്തിലെ നൂൻ എന്നാരംഭിക്കുന്ന വരിയാണ് എന്ന് നാം പഠിക്കാനുള്ളത്. അറബി അക്ഷരമാലയിലെ നൂൻ എന്ന അക്ഷരം കൊണ്ട് ആരംഭിക്കുകയും ആ നൂൻ എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന പല വാക്കുകൾ ഇതിൽ ഉപയോഗിക്കുകയും എന്നല്ല ഈ ചെറിയൊരു വരിയിൽ വളരെ അർത്ഥവത്തായ പല ചരിത്രങ്ങളും ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് നമുക്ക് ഈ ബൈത്ത് പഠിച്ചു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂനുൻ ഹകത് അസ്നാഅഹാ സനാഅ മൻ ഹവാജിബു നൂനൻ ഹകത് നൂനൻ റആസുന്നൂനി മിമ്മാ നാലനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന്റെ ആന്തരികമായ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ ആ ബൈത്ത് നാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായി തോന്നും. കാരണം 14 പ്രാവശ്യമാണ് നൂൻ എന്നുള്ള അക്ഷരം ഈ ചെറിയൊരു ബൈത്തിൽ ആവർത്തിച്ചു വന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്കുള്ള, പ്രേമമുള്ള, മഹബത്തുള്ള ഒരു മുഅ്മിൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അഥവാ എന്റെ ഹബീബിന്റെ മദ്ഹുകൾ കോർത്തിണക്കിയ ഒരു ബൈത്താണല്ലോ എന്നുള്ള ആ ഓർമ്മയോടെ മഹബത്തിന്റെ കണ്ണോടെ നോക്കുന്ന സമയത്ത് 14 നൂനുകൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ട ഒരു മുത്തുമാലയെ പോലെ അവനത് തോന്നിപ്പോകും. ഇതിന്റെ ബാഹ്യമായ രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഇനി നമ്മൾ ഇതിന്റെ ഓരോ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വളരെ അത്ഭുതം തോന്നിപ്പോകും. നാം ചിന്തിക്കാത്ത അർത്ഥതലങ്ങളിലേക്ക് വളരെ വിശാലമായി ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്നത്. ഏതായാലും നമുക്കിതിന്റെ അർത്ഥമൊന്ന് ലളിതമായി പഠിച്ചു നോക്കാം. ആദ്യമായി നൂനുൻ. ഇവിടെ നൂൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൻ നൂൻ എന്നാണ്. പരിശുദ്ധ ഖുർആനിലെ
68ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഖലം. ഈ സൂറത്തുൽ ഖലം ആരംഭിക്കുന്നത് നൂൻ എന്നുള്ള അക്ഷരം കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. കണ്ടോ, നൂൻ എന്നാരംഭിക്കുന്ന സൂറത്തായതുകൊണ്ട് യഥാർത്ഥത്തിൽ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഖലം എന്നാണെങ്കിലും സൂറത്തുൻ നൂൻ, നൂൻ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് എന്നും ഇതിന് പേരുണ്ട്. ഏതായാലും നൂനുൻ എന്നുള്ള ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൻ നൂൻ ഹക്കത്ത്, അത് ഉദ്ധരിച്ചിരിക്കുന്നു, അത് ഹിക്കായത്ത് ചെയ്തിരിക്കുന്നു, അത് പറഞ്ഞിരിക്കുന്നു. അസ്നാഅഹ, ആ സൂറത്തുൻ നൂനിന്റെ അല്ലെങ്കിൽ സൂറത്തുൽ ഖലമിന്റെ ഇടയിൽ, അസ്നാ എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്തിനെ പറഞ്ഞിരിക്കുന്നു? സനാഅമൻ, ഒരുത്തരുടെ അല്ലെങ്കിൽ ഒരാളുടെ മദ്ഹിനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ സൂറത്തുൻ നൂൻ അതിന്റെ ഇടയിൽ ഒരാളുടെ മദ്ഹിനെ ഉദ്ധരിച്ചിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം ഒരാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ മൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബുന വ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് ഒന്നും കൂടി നമുക്ക് ഇതിന്റെ ആശയം, ഇതിന്റെ അർത്ഥം വ്യക്തമാകണമെങ്കിൽ പരിശുദ്ധമായ സൂറത്തുൽ ഖലം നമ്മളൊന്ന് ഓതി നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഈ പദ്യത്തെ വ്യാഖ്യാനിച്ച മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൻ നൂനിന്റെ അല്ലെങ്കിൽ സൂറത്തുൽ ഖലമിന്റെ ഇടയിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സനാഇനെ, മദ്ഹിനെ പറഞ്ഞു എന്ന് പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്നുള്ള ആയത്താണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നബിയെ തീർച്ചയായിട്ടും അങ്ങ് ലഅലാ ഖുലുഖിൻ അദീം, ഉന്നതമായ അദീമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കുമില്ലാത്ത, അവരെയൊക്കെ കവച്ചുവെക്കുന്ന രീതിയിലുള്ള ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ തങ്ങൾ എന്ന് നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് സൂറത്തുൽ ഖലമിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. അതാണ് മഹാനവറുകൾ ഈ 3 വാക്കുകളെ കൊണ്ട് ഉദ്ദേശിച്ചത്. മഹാനവറുകൾ പറഞ്ഞു സനാഅമൻ, ഒരുത്തരുടെ സനാഇനെ, ഒരുത്തരുടെ മദ്ഹിനെ. ആ ഒരുത്തർ ആരാണ്? ആ ഒരാൾ ആരാണ്? ഹവാജിബുഹു, അവരുടെ പുരികങ്ങൾ. ഹവാജിബ് എന്ന് പറഞ്ഞാൽ പുരികങ്ങൾ, കണ്ണിന്റെ പുരികത്തിനാണ് ഹവാജിബ് എന്ന് പറയുന്നത്. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികങ്ങൾ നൂനൻ, നൂൻ എന്ന അക്ഷരത്തിനോട്, അറബിയിലെ നൂൻ എന്നുള്ള അക്ഷരത്തിനോട് ഹക്കത്ത്, ഹക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ ശബിഹത്ത്, സാദൃശ്യമായിരിക്കുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു മദ്ഹാണ് ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ കൊണ്ടുവരുന്നത്. വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട, വളരെ വിശാലമായി പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാര സൗന്ദര്യത്തിനെ കുറിച്ച്. റസൂലുള്ളാഹിന്റെ മുഖം എങ്ങനെയായിരുന്നു, റസൂലുള്ളാഹിന്റെ ചിരി എങ്ങനെയായിരുന്നു, ചിരിക്കുമ്പോൾ പല്ലിന്റെ സൗന്ദര്യം എങ്ങനെയായിരുന്നു, റസൂലുള്ളാഹിന്റെ കവിൾത്തടത്തിന്റെ മനോഹാരിത എത്രയായിരുന്നു, റസൂലുള്ളാഹിന്റെ മുടി എങ്ങനെയായിരുന്നു, ഹബീബ നബിയുടെ പുരികങ്ങൾ എങ്ങനെയായിരുന്നു, റസൂലുള്ളാഹിന്റെ മൂക്ക് എങ്ങനെയായിരുന്നു. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആകാര സൗന്ദര്യം, ശരീര സൗന്ദര്യം വിവരിക്കുന്ന ഒരുപാട് കിതാബുകൾ തന്നെ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. ആ ഭാഗത്തിലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികത്തിനെ കുറിച്ചാണ് മഹാനവറുകൾ ഈ ചെറിയൊരു ബൈത്തിൽ നമ്മെ സൂചിപ്പിക്കുന്നത്. അപ്പോ ഹവാജിബുഹു, ആ ഒരുത്തരുടെ, അതായത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികങ്ങൾ ഏതിനോട് സാദൃശ്യമുണ്ട്? അത് കാണുന്ന സമയത്ത് നൂനൻ, അറബി അക്ഷരമാലയിലെ നൂനിനോട്, നൂൻ എന്നുള്ള വാക്ക് നമ്മൾ ആ അക്ഷരം നമ്മൾ എഴുതി നോക്കുമ്പോൾ എഴുതി അതിനെ നേരെ തിരിച്ച് നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമോ? ഒരു കൗസ് പോലെ ഉണ്ടാവും. കൗസ് എന്ന അറബിയിൽ പറഞ്ഞാൽ ഒരു വില്ല് പോലെ. ആ വളഞ്ഞിരിക്കുന്ന നൂനിന്റെ ആകൃതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികങ്ങൾ എന്ന് മഹാനവറുകൾ പറയുന്നു. ഇതിനെ വിവരിച്ചുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നൂൻ എന്നുള്ള അക്ഷരത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികത്തെ സാദൃശ്യപ്പെടുത്തിയതിന്റെ ഉദ്ദേശം അന്നഹു കാന മിസ്ലഹു ഫി തഖൗസി, ആ കൗസിന്റെ ആകൃതിയിൽ, ആ വില്ലിന്റെ, ആ വളഞ്ഞിരിക്കുന്ന ആ വില്ലിന്റെ ആകൃതിയിൽ ഒരു നൂനിനെ നമ്മൾ തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമോ? വളഞ്ഞിരിക്കും. അതുപോലെ ആ ആകൃതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുരികത്തിനുണ്ടായിരുന്നത്. വളരെ മനോഹരമായ ഒരു പുരികമായിരുന്നു. ഇന്ന ഫിൽ ഹദീസി, ഹദീസിലുണ്ട്, കാന അസജ്ജൽ ഹാജിബൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എന്ത്? അസജ്ജൽ ഹാജിബൈനി ഐ അദഖൽ ഹാജിബൈനി വതവീലഹുമാ. നബിയുടെ പുരികം വളരെ നേർമല്യമുള്ളതായിരുന്നു, അതേപോലെ തന്നെ വളഞ്ഞ ആകൃതിയിലായിരുന്നു, നീണ്ടതായിരുന്നു. ഇതൊക്കെ വളരെ മനോഹരമായിട്ട് പല കിതാബുകളിലും ഇതിനെ വിവരിക്കുന്നുണ്ട്. ആ ബദറിനെ പോലെ ലംഘുന്ന അഴകുള്ള പ്രകാശം സ്ഫുരിക്കുന്ന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുഖത്ത് എന്തെന്നില്ലാത്തൊരു മനോഹരിതയായിരുന്നു ആ പുരികത്തിന് എന്ന് മഹാന്മാരൊക്കെ വിവരിക്കുന്നുണ്ട്. വളരെ നീളമുള്ള കൗസിന്റെ ആകൃതിയിൽ ഉള്ള പുരികമായിരുന്നു. നല്ല കറുപ്പ് നിറമുള്ള മുടികളായിരുന്നു ആ പുരികത്തിനുണ്ടായിരുന്നത്. രണ്ട് കണ്ണിന്റെയും പുരികങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്നതുപോലെ ഒറ്റനോട്ടത്തിൽ തോന്നുമെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ രണ്ട് പുരികങ്ങളും ഒന്നിനോട് ചേരാതെ വിട്ടുനിന്നിരുന്നു. എന്നൊക്കെ വളരെ വിശാലമായിട്ട് ലോകത്ത് ആരെക്കുറിച്ചും പോലും ചർച്ച ചെയ്യാത്ത വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യങ്ങളും വളരെ വിശാലമായി ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ കിതാബുകളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഹബീബ നബിയുടെ വിശുദ്ധമായ ആ പുരികത്തിലേക്കാണ് ഹവാജിബുഹു നൂനൻ ഹഖത്, ആ നബിയുടെ പുരികങ്ങൾ നൂൻ എന്നുള്ള അക്ഷരത്തിനോട് സാദൃശ്യമായിരിക്കുന്നു എന്ന് മഹാനായ ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി തങ്ങൾ നമ്മോട് ഉണർത്തുന്നത്. ഇത്രയും പറഞ്ഞിട്ട് മഹാനവറുകൾ മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. നമ്മൾ ചിന്തിക്കണം, ഇത്രയും ചെറിയൊരു വരിയിൽ ഇത്രമാത്രം അലങ്കാരങ്ങളും അർത്ഥ വ്യാപ്തികളും അദ്ദേഹം ഉൾപ്പെടുത്തി. അദ്ദേഹം പറയുന്നു നൂനൻ റആദുന്നൂനി, നൂനിനെ റആ കണ്ടു, ആര്? ദുന്നൂനി, ദുന്നൂന് കണ്ടു. എല്ലാം നൂന് തന്നെ അല്ലെ. നൂനൻ, നൂനിനെ കണ്ടു. ആര് കണ്ടു? ദുന്നൂനി, ദുന്നൂന് കണ്ടു. ഇവിടെ നൂന് കൊണ്ട് ഉദ്ദേശിച്ചത് ഏതല്ല? അറബി അക്ഷരമാലയിലെ നൂൻ എന്ന് നമ്മൾ എഴുതുന്ന അക്ഷരമല്ല. പിന്നെ നൂൻ എന്ന് പറഞ്ഞാൽ ഹുഴത്ത് എന്നുള്ള അർത്ഥമുണ്ട്. ഹുഴത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യം. അപ്പൊ മത്സ്യത്തെ കണ്ടു. ആര്? ദുന്നൂനി, ബഹുമാനപ്പെട്ട ദുന്നൂൻ എന്നറിയപ്പെട്ട യൂനുസ് റളിയല്ലാഹു തആല അൻഹു. ദുന്നൂന് എന്ന് നമ്മൾ പേരിട്ടതല്ല. പിന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ യൂനുസ് നബിയെ കുറിച്ച് ദുന്നൂൻ, നൂനിന്റെ ആള്, സ്വാഹിബുൻ നൂൻ എന്നർത്ഥം വരുന്ന ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് യൂനുസ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് മീനിന്റെ ആള് അല്ലെങ്കിൽ മത്സ്യത്തിന്റെ ആള് എന്നിങ്ങനെ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞത്. അത് സൂറത്ത്
സൂറത്തുൽ അംബിയായിൽ വളരെ വിശാലമായിട്ട് വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം തന്റെ ഖൗമിനെ ഒരുപാട് പ്രാവശ്യം സത്യത്തിലേക്ക് ക്ഷണിച്ചിട്ടും അവര് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ ധിക്കരിക്കുകയും എതിര് പ്രവർത്തിക്കുകയും ചെയ്തപ്പോ ആ ഖൗമിനോട് ദേഷ്യം പിടിച്ചുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാം മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. അത് അല്ലാഹുവിന്റെ കൽപ്പനക്ക് കാത്തു നിൽക്കാതെയായിരുന്നു എന്ന് മഹാന്മാരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോയപ്പോ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോ അതിനുവേണ്ടി ഒരു കപ്പലിൽ കയറുകയും ആ കപ്പൽ വഴിയിൽ വെച്ച് മുങ്ങാൻ അടുക്കുകയും അങ്ങനെ എല്ലാവരും ചർച്ച ചെയ്തപ്പോ ഭാരം കൂടുതലാണ്, ഒരാളെ കടലിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുഴുവനും നശിക്കാതെ രക്ഷപ്പെടാമെന്നൊക്കെ അവർ ചർച്ച ചെയ്തു. അവസാനം ആര് കടലിലേക്ക് എടുത്തു ചാടുമെന്ന് ആശങ്കയിലായപ്പോ നറുക്കെടുത്തുകൊണ്ട് ആരുടെ പേരാണ് വീഴുന്നത് എന്ന് നോക്കിയിട്ട് ആ ആളെ കടലിലേക്ക് എടുത്തെറിയാമെന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെ 3 പ്രാവശ്യവും നറുക്കിട്ടപ്പോ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് അവിടെ നറുക്ക് വീണതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫظن അൻ ലൻ നഖ്ദറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇവിടെ ഉമർ ഖാദി തങ്ങൾ ദുന്നൂൻ എന്നുപയോഗിച്ചത് പരിശുദ്ധ ഖുർആനിലുള്ള ഒരു വാക്കാണ്. അല്ലാഹു പറയുന്നു വദന്നൂനി, മത്സ്യത്തിന്റെ ആളെ സ്വാഹിബുന്നൂനിനെ നബിയെ തങ്ങൾ ഓർക്കുക. ആ സംഭവം ഇദ് ദഹബ മുഗാളിബൻ, ദേഷ്യം പിടിച്ചുകൊണ്ട് തന്റെ ഖൗമിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോയ സമയത്ത് അങ്ങനെ അവസാനം മത്സ്യത്തിന്റെ വായിൽ അകപ്പെടുകയും 3 ഇരുട്ടിന്റെ ഉള്ളിൽ, ഒന്ന് കൂരിരുട്ട് രാത്രിയാണ്, മറ്റൊന്ന് കടലിന്റെ ആഴിയിലേക്ക് എത്തിയപ്പോ കടലിന്റെ ആഴിയിലുള്ള കൂരിരുട്ട്, അതുപോലെ മത്സ്യം വന്ന് വിഴുങ്ങിയപ്പോ ആ മത്സ്യവയറ്റിലുള്ള ഇരുട്ട്, അങ്ങനെ 3 ഇരുട്ടായിരുന്നു. അപ്പൊ ഇരുട്ടിൽ അദ്ദേഹം അകപ്പെട്ടപ്പോ അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ഞാൻ ളാലിമീങ്ങളിൽ അക്രമികൾ പെട്ടുപോയി, നിന്റെ കൽപ്പനക്ക് കാത്തു നിൽക്കാതെ ഞാൻ പോയത് അബദ്ധമായി പോയി എന്ന് സ്വന്തം തെറ്റ് സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അള്ളാഹു അവിടുന്ന് രക്ഷപ്പെടുത്തുന്ന വിശാലമായ ഒരു സംഭവമാണ്, ചരിത്രമാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സംഭവത്തിലേക്കുള്ള സൂചനയാണ്, ഇഷാറത്താണ് മഹാനവറുകൾ കൊടുത്തത്. അതായത് നൂനൻ, മത്സ്യത്തെ റഅ കണ്ടു, ദുന്നൂനി ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം കണ്ടു. മാത്രമല്ല തുടർന്ന് അദ്ദേഹം പറയുന്നു ഇമ്മാനാലനാൽ, അതിനോട് ആദ്യം പറഞ്ഞ ആ വാക്കിനോട് ചേർത്തിക്കൊണ്ട് അത്ഫായിട്ട് തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കുക. യൂനുസ് നബി അലൈഹി സ്വലാം ആ ഭീമാകാരമായ ആ മത്സ്യത്തെ കാണുകയും ചെയ്തു. മാത്രമല്ല അങ്ങനെ ഒരു സംഭവത്തിലൂടെ മിമ്മാനാലനാൽ യൂനുസ് നബി അലൈഹി സ്വലാം നേടിയതൊക്കെ നേടുകയും ചെയ്തു. അതായത് വല്ലാത്തൊരു അനുഭവത്തിൽ അദ്ദേഹം അകപ്പെടുകയും അദ്ദേഹത്തിന് ആ അനുഭവത്തിലൂടെ, ആ സംഭവത്തിലൂടെ, പ്രതീക്ഷിക്കാത്ത ഉണ്ടായ ഒരു സംഭവത്തിലൂടെ ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അതാണ് മിമ്മാ നാലനാൽ, നേടിയതൊക്കെ അദ്ദേഹം നേടി. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് പാഠങ്ങൾ. അള്ളാഹുവിന്റെ കൽപ്പനക്ക് കാത്തു നിൽക്കാതെ ആ ഖൗമിനോട് ദേഷ്യപ്പെടുകയും ക്ഷമിക്കേണ്ട സ്ഥലത്ത് ക്ഷമിച്ചു നിൽക്കാതെ ഓടിപ്പോവുകയും ചെയ്ത ആ കാരണം, അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു പാഠവും ഇതിലൂടെ അദ്ദേഹം മനസ്സിലാക്കി എന്നാണ് മഹാനവറുകൾ ഈ ബൈത്തിലൂടെ നമ്മൾ ഉണർത്തുന്നത്. മിമ്മാനാലനാൽ, ആ യൂനുസ് നബി അലൈഹിസ്സലാം ഈ സംഭവത്തിലൂടെ നേടേണ്ടതൊക്കെ നേടിയിരിക്കുന്നു.
അത് ഈ ബൈത്ത് വ്യാഖ്യാനിക്കുന്ന മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, മിൻ അജാഇബി ഖുദ്റതിഹി തആല, തന്റെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതകരമായ ഖുദ്റത്തിനെ കുറിച്ച്. കാരണം കൃത്യമായി അദ്ദേഹത്തെ ആ കപ്പലിൽ നിന്നും എറിയപ്പെടുകയും കൃത്യസമയത്ത് തന്നെ ഭീമാകാരമായ ഒരു മത്സ്യം വന്നുകൊണ്ട് മഹാനവറുകളെ വിഴുങ്ങുകയും, സാധാരണ മത്സ്യം വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് മത്സ്യത്തിന്റെ ഭക്ഷണമായി മാറുകയാണ്. എന്നാൽ ആ വയറ്റിൽ വെച്ചത് ദഹിക്കാതെ അള്ളാഹു മത്സ്യത്തിന് ഇൽഹാമ കൊടുക്കുകയും ഇതിന്റെ ഭക്ഷണമല്ല എന്നറിയിക്കുകയും ഒരു പാഠമായിട്ട് ആ പ്രവാചകൻ അള്ളാഹു അത് ആ അനുഭവം കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല ആ കൂരിരുട്ടിൽ 3 ഇരുട്ടിന്റെ അകത്ത് കിടക്കുമ്പോഴും ആരും എന്നെ രക്ഷിക്കാനില്ല എന്നുള്ള ബോധം മഹാനവറുകൾ ഉണ്ടാവുകയും പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അള്ളാഹു അത് കേൾക്കുകയും അതിനുത്തരം നൽകിക്കൊണ്ട് ആ മത്സ്യവയത്തിൽ നിന്നും അള്ളാഹു പ്രവാചകനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വളരെ വിശാലമായ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളും അദബുകളും പഠിക്കാനുള്ള വലിയൊരു ചരിത്രത്തിലേക്കാണ് ചെറിയൊരു വാക്കുകൾ കൊണ്ട് ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി തങ്ങൾ നമ്മെ ഇശാറത്ത് ചെയ്യുന്നത്. അപ്പൊ ഈ ചരിത്രത്തിലേക്കും നമ്മെ കൊണ്ടെത്തിച്ചുകൊണ്ട് ഈ ബൈത്ത് നിർത്തുന്ന സമയത്ത് ഇവിടെ വരുന്ന ഒരു സംശയമാണ് ഇതിന്റെ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. അഥവാ لأي غرض قال الناظم رؤيته يونس عليه السلام الحوت هنا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനുള്ള ഈ ബൈത്തിൽ എന്തിനാണ് യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ഈ സംഭവം, ആ സംഭവത്തിലേക്ക് മഹാനവറുകൾ സൂചന നൽകിയത്? അതുകൊണ്ട് എന്താണ് ഇവിടെ ഫായിദ, എന്താണ് അതുകൊണ്ട് ഫലം എന്ന് ഇവിടെ മഹാന്മാര് ചോദിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ജവാബിൽ, അതിന്റെ ഉത്തരത്തിൽ പറയുകയാണ്, ഇതുകൊണ്ടുള്ള ഉദ്ദേശം സൂറത്തുൽ ഖലമിൽ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ തങ്ങൾ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ പ്രകീർത്തനമായി മദ്ഹായി സനായി അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹാക്കുകയും, എന്നാൽ അതേ സൂറത്തിൽ തന്നെ അള്ളാന്റെ പ്രവാചകന്മാരിൽപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പനക്ക് കാത്തു നിൽക്കാതെ സ്വബറില്ലാതെ ആ ഖൗമിന്റെ ധിക്കാരത്തിൽ ക്ഷമിക്കാതെ ആ നാട്ടിൽ നിന്നും ഓടിപ്പോവുകയും ചെയ്ത സംഭവം അള്ളാഹു അതേ സൂറത്തിൽ തന്നെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? അന്ന ജമീഅൽ അംബിയായി, എല്ലാ അംബിയാക്കളും എന്തല്ല അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉന്നതമായ ഖുലുഖുൻ അളീം എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. അവർക്കതിന്റെ താഴെയാണ്. അന്നൽ അംബിയാ ലം യകൂനു അലാ മാ കാന അലൈഹി നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഖുലുഖിൽ അളീം. അല്ലാഹു പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന് പറഞ്ഞ ഉന്നതമായ മർത്തബയിലേക്ക് മറ്റുള്ള അംബിയാക്കളൊന്നും എത്തിയിട്ടില്ല. കാരണം ലിഅന്ന ബഅദഹും, കാരണം അവരിൽപ്പെട്ട ചില നബിമാർ ലം യസ്ബിർ അലാ അദാ ഖൗമിഹി, അവര് ഏതൊരു ഖൗമിലേക്കാണോ അള്ളാഹു അവരെ അയച്ചത് ആ സമുദായത്തിന്റെ ബുദ്ധിമുട്ടുകളും അവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ഉപദ്രവങ്ങളിലും ക്ഷമിക്കാൻ അവർ തയ്യാറായിട്ടില്ല. യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹി സ്വലാമിനെ പോലെ ഇദ്ദഹബ മുഗാലിബൻ അലാ ഖൗമിഹി, ഖൗമിന്റെ മേൽ ദേഷ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പോയപ്പോ ഇലാ സാഹിലിൽ ബഹരി, കടൽ തീരത്തേക്ക്. പിന്നെ ആ സംഭവം മഹാന്മാർ എങ്ങനെ വിവരിക്കുന്നത് നമ്മള് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഖുലുഖുൻ അളീം എന്ന് പറഞ്ഞ ആ ഉന്നതമായ സ്ഥാനം അത് ആർക്കേ അള്ളാഹു നൽകിയിട്ടുള്ളൂ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. എന്നാൽ പല പ്രവാചകന്മാർക്കും അവരുടെ ഖൗമിന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന വിഷയത്തിൽ അവർക്കെന്തായിട്ടുണ്ട്? ക്ഷമകേട് സംഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷക്കാലം ഖൗമിനെ, സമുദായത്തെ ദീനിലേക്ക് ക്ഷണിച്ചിട്ട് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ.
വിഷമത്തോടെ മഹാനവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തല്ലോ, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, അല്ലാഹുവേ ഈ നാട്ടിൽ ഒറ്റ കാഫിരീങ്ങളുടെയും വീടുന്നേ ബാക്കി വെച്ചേക്കല്ലേ, എല്ലാത്തിനെയും നീ നശിപ്പിക്കണമേ എന്നുള്ള ദുആ അള്ളാഹുവിനോട് ചെയ്തപ്പോഴാണ് അള്ളാഹു അത് സ്വീകരിക്കുകയും വലിയൊരു പ്രളയവും വെള്ളപ്പൊക്കവും തൂഫാനുമൊക്കെ വന്നുകൊണ്ട് ആ കാഫിര്യങ്ങളെ മുഴുവനും അള്ളാഹു ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. ഇതെന്ത് മനസ്സിലായി? ഓരോ പ്രവാചകന്മാരും പരമാവധി അവർ ക്ഷമിക്കുകയും, പക്ഷെ ക്ഷമ കെട്ടപ്പോ അവർ അള്ളാഹുവിനോട് ആ സമുദായത്തിനെതിരിൽ ദുആ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമുക്കറിയാം. ത്വായിഫിന്റെ മരുഭൂമിയിൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞപ്പോൾ കല്ലുകൊണ്ടുകൊണ്ട് നിബിത്തങ്ങളുടെ കാലിൽ നിന്നും വിശുദ്ധമായ ആ രക്തം പൊടിഞ്ഞപ്പോ നമുക്കറിയുന്ന ചരിത്രമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനക്ക് അവിടുന്ന് അനുവാദം ചോദിക്കുകയാണ്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, തങ്ങളെങ്ങാനും അനുവാദം തന്നാൽ ഈ ഖൗമിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ തങ്ങൾ പറഞ്ഞ മറുപടിയാണ് ഇവിടെ വളരെ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. റബ്ബി ഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, കാരണം അവര് വിവരമില്ലാത്തവരാണ്, അറിവില്ലായ്മ കൊണ്ടാണ് ഇവർക്ക് ഇത് ചെയ്തു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയെന്നോ. അതാണ് മറ്റു പ്രവാചകന്മാരും അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഭാവ മഹിമയും ആ മർത്തബയും സൂചിപ്പിക്കുന്നത് എന്ന് ചില മഹാന്മാരൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖലമിൽ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വളരെ അളീമായ വളരെ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ എന്ന് ഒരാൾക്കും ഒരിക്കലും എത്തിച്ചേരാത്ത ഒരു മർത്തബയിലേക്ക് അള്ളാന്റെ റസൂലിനെ അവിടെ കയറ്റിവെച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത്. അതാണ് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. നമ്മുടെ ഖൽബിൽ മഹബ്ബത്തും ഇഷ്കും പ്രേമവും ഇതൊക്കെ നമുക്ക് വർദ്ധിക്കണമെങ്കിൽ ഒരുപാട് സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ എല്ലാ സമയത്തും ഒരു മുഹിബിന്റെ ചുണ്ടിൽ സ്വലാത്തായിരിക്കണം. വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിലും സഹോദരിമാരാണെങ്കിലും ഉമ്മമാരാണെങ്കിലും അവരുടെ വീട്ടുജോലികളൊക്കെ ചെയ്യുന്ന സമയത്തും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സമയത്തും സ്വലാത്തിന്റെ ആ കാരുണ്യത്തിന്റെ മഴ ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഖൽബിൽ എന്തെന്നില്ലാത്തൊരു കുളിർമയുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു ആശ്വാസമുണ്ടാകും, എല്ലാ ഹമ്മുകൾക്കും ടെൻഷനുകൾക്കും ഒരു പരിഹാരമുണ്ടാകും, ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു എളുപ്പവും ഒരു തുറവടിയും ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇതൊക്കെ സ്വലാത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്ന കിതാബുകളിൽ ഒരുപാട് മഹത്വങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവന്, സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കുന്നവന് ലഭിക്കുമെന്ന് മഹാന്മാർ പറയുന്നു. മാത്രമല്ല നാളെ മഹ്ശറാവൻ സഭയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ചാരത്ത് തന്നെ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നത് എന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവനേക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന ഔലന്നാസി ബിയൗമിൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ, ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അതിനുള്ളൊരു ഭാഗ്യമുണ്ടാവുന്നത് എന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകലിലൊക്കെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ള അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായി ഒരു നിമിഷം പോലും പാഴാക്കാതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. 1000, 2000, 3000, 10,000 സ്വലാത്ത് ചൊല്ലുന്ന എത്രയോ മുഅ്മിനീങ്ങൾ നമുക്കറിയുന്നവരുണ്ട്. അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിഖീങ്ങളിൽ ഉന്നതമായ സ്ഥാനം കൈവരിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്ന നമുക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ഒരു പതിവ്
ഉണ്ടാക്കണം. അതായിരിക്കണം നമ്മുടെ ഈ ക്ലാസിന്റെ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുവാനും റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ കേൾക്കുവാനും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു ഭാഗ്യമുണ്ടാവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് ചൊല്ലി അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കനവിലും കിനാവിലും ഒക്കെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. അവസാനം നമ്മൾ മരിച്ചു പിരിഞ്ഞ് നാളെ മഹ്ശറാവുന്ന സഭയിലെത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം മഹാഭാഗ്യവന്മാരിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരും എന്നെയും കുടുംബത്തെയും നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ ഉൾപ്പെടുത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും അടുത്ത ബൈത്തുമായി കണ്ടുമുട്ടാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله تعالى وبركاته.